ചോദിക്കാം. വടകര ലോക്സഭാ മണ്ഡലത്തിലെ കുറ്റ്യാടിയിൽ ഒരേ ബൂത്തിൽ തന്നെ 2 പേർക്ക് 3 വോട്ടുകൾ ഉണ്ടെന്ന പരാതി. കുറ്റ്യാടി മണ്ഡലത്തിൽ മാത്രം 90-ലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് LDFന്റെ പരാതി. ആകെ 27 പരാതികളാണ് നൽകിയത്. സാനിയോ മനോമി നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാനിയോ, ഇങ്ങനെ അങ്ങ് വോട്ടിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ എത്ര പ്രാവശ്യം പോകേണ്ടി വരും? ഇങ്ങനെയുള്ള ഒരുപാട് പേർ ആ മണ്ഡലത്തിലുണ്ടോ? ഇത് ഒരു മണ്ഡലത്തിലെ മാത്രം കാര്യമാണോ? എത്ര പരാതികളാണെന്ന് നോക്കൂ. 27 പരാതികൾ എന്ന് പറയുമ്പോൾ സങ്കീർണമല്ലേ വിഷയങ്ങൾ? വിഷയം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതായത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലം മാത്രമാണ് കുറ്റ്യാടി. ആ കുറ്റ്യാടിയിൽ നിന്നാണ് 27 പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതിലും കൂടുതൽ പരാതികളുണ്ട്. നമ്മൾ ഇരട്ട വോട്ടുമായി സംബന്ധിച്ച പരാതികൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. 27 പരാതികളാണ് വിവിധ ബൂത്ത് ലെവൽ ഏജന്റുമാർ, LDFന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ ജില്ലാ കളക്ടർക്കും അടക്കം ഇത്തരത്തിലുള്ള പരാതികൾ കൊടുത്തിരിക്കുന്നത്. 90-ലധികം ഇരട്ട വോട്ടുകളാണ് ഈ 27 പരാതികളിലായി അവർ എടുത്തു പറയുന്നത്. ഓരോ പരാതികളിലും ഓരോരുത്തരുടെയും വോട്ടുകൾ കൃത്യമായി അതേ ബൂത്തിൽ തന്നെ ഈ ഇരട്ട വോട്ടുകൾ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രവുമല്ല 2 പേർക്ക് ഒരു ബൂത്തിൽ തന്നെ 3 വോട്ടുകൾ ഉണ്ടാകുന്ന ഗുരുതരമായ ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് LDFന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇത് കൃത്യമായി കള്ളവോട്ടിനിടയാക്കും എന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ആപ്പൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ തടയാൻ. എങ്കിൽ കൂടിയും അതൊന്നും മതിയാകാത്ത സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ ബൂത്ത് ലെവൽ ഏജന്റുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് പരാതി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരേ ബൂത്തിൽ 2 പേർക്ക് ട്രിപ്പിൾ വോട്ട്. അപ്പോൾ ഈ വോട്ടുകളെല്ലാം എത്ര പേർക്ക് വീതം ഇങ്ങനെ പോകുന്നുണ്ട് എന്നത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന്